Welcome to Dr. Bisna Baderi's talk show on studying MBBS abroad. നമുക്ക് സ്ഥിരമായിട്ട് കുട്ടികൾ ചോദിക്കുന്ന ചില ഡൗട്ട്സിൽ ഒന്നാണ് ഡോക്ടർ ഈ യൂണിവേഴ്സിറ്റി NMC ലിസ്റ്റഡ് ആണോ എന്ന്. യഥാർത്ഥത്തിൽ NMC ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ലിസ്റ്റിംഗ് ഒന്നും NMCക്ക് ഇല്ല. മറിച്ച് NMC കുറച്ച് ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. ഇന്ന ഗൈഡ് ലൈൻസ് പാലിക്കുന്ന ഏത് യൂണിവേഴ്സിറ്റിയിൽ എബ്രോഡ് നിങ്ങൾ പഠിക്കുന്നുവോ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഗൈഡ് ലൈൻസ് എല്ലാതും കറക്റ്റായിട്ട് പാലിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാവുന്നതാണ്, യാതൊരു പ്രോബ്ലംസും കൂടാതെ. അപ്പം NMC പറയുന്ന ആ ഗൈഡ് ലൈൻസ് എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കാം. ഫസ്റ്റിലെ പോയിന്റ് കോഴ്സ് ഡ്യൂറേഷൻ. NMCയുടെ ഫസ്റ്റ് പോയിൻ്റാണ് കോഴ്സ് ഡ്യൂറേഷൻ. അതിൽ എവിടെയാണോ നിങ്ങൾ MBBS പഠിക്കുന്നത് അവിടെ കോഴ്സ് ഡ്യൂറേഷൻ മിനിമം 54 months എങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇനി എന്താണ് പോയിന്റ് നമ്പർ 2? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അതായത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന മീഡിയം ഇംഗ്ലീഷിൽ തന്നെ ആവണമെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നെക്സ്റ്റ് വൺ ഇൻറ്റേൺഷിപ്പ്. എവിടെയാണോ നിങ്ങൾ MBBS പഠിച്ചത് അതേ യൂണിവേഴ്സിറ്റിയിൽ 1 year കമ്പൾസറി ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഫോർത്ത് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ലൈസൻസിങ്. നിങ്ങൾ ഏത് കൺട്രിയിലാണോ പഠിച്ചത്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏത് കൺട്രിയിലാണോ ഉള്ളത് ആ കൺട്രി നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം ലൈസൻസ് ടു പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. പിന്നെ ഫിഫ്ത്ത് പോയിന്റ് യൂണിവേഴ്സിറ്റി റെക്കഗ്നിഷൻ. WDOMS എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ലിസ്റ്റഡ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. സിക്സ്ത് പോയിന്റ് പറയുന്നത് നീറ്റ് ക്വാളിഫിക്കേഷനാണ്. എല്ലാവർക്കും നീറ്റ് എക്സാംസ് എന്താണെന്നുള്ളത് അറിയാം. അപ്പം നീറ്റ് ക്വാളിഫിക്കേഷൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നീറ്റ് ക്വാളിഫൈ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മറക്കരുത്. ആൻഡ് സെവൻത്ത് പോയിന്റ് NMC പറയുന്നത് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ്. നിങ്ങൾ എവിടെയാണോ പഠിച്ചിട്ടുള്ളത് അവിടെ പഠിച്ചു കഴിഞ്ഞ് ഇന്ത്യയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു ലൈസൻസിങ് എക്സാം ഉണ്ട്, അതാണ് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ്. ഈ എക്സാം ഇവിടെ ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. മറിച്ച് നിങ്ങൾ വിദേശത്ത് വേറെ ഇന്ത്യയിലല്ലാതെ മറിച്ച് ഏത് വിദേശ രാജ്യത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിലും ഈ നാഷണൽ എക്സിറ്റ് ടെസ്റ്റിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. അപ്പം ഇത്രയും ഗൈഡ് ലൈൻസ് ആണ് NMC വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ത്രൂ ദ NMC ഗൈഡ് ലൈൻസ്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓർ ദ കൺട്രി ദാറ്റ് യു ചൂസ് ടു സ്റ്റഡി NMC ഗൈഡ് ലൈൻസ് പാലിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. സോ നെക്സ്റ്റ് സീരീസിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഐ വിൽ ബി കമ്മിങ് ബാക്ക്. താങ്ക് യു.